പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സെക്രട്ടേറിയറ്റ് മുന്നിലെ LPST ഉദ്യോഗാർത്ഥികളുടെ സമരം 35ാം ദിവസവും പുരോഗമിക്കുകയാണ്. സമരം ചെയ്യുന്ന LPST ഉദ്യോഗാർത്ഥികളോട് സർക്കാർ ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. പ്രശ്നപരിഹാരം വൈകിയാൽ വൻ ജനകീയ പ്രതിഷേധമുണ്ടാകുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി S. ശാലിനി തലസ്ഥാനത്ത് നിന്ന് ചേരുന്നു. ശാലിനി, ഏറെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ജനം ടിവിയുടെ ലൈവത്തോണിലടക്കം വലിയ ജനകീയമായ അനുകൂല പ്രതികരണങ്ങൾ ഈ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായി വന്നിട്ടുണ്ട്. അവർക്ക് വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയ സംവിധാനങ്ങളിലേക്ക് നോക്കുമ്പോൾ BJPയും യുവമോർച്ചയും ഒഴിച്ചുമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവർക്കായി കാര്യമായ പിന്തുണ അർപ്പിച്ച് രംഗത്ത് വരുന്നതായും കാണാൻ കഴിയുന്നില്ല. ശാലിനി. പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലതും പിന്നോട്ട് പോകുമ്പോഴാണ് BJP അടക്കമുള്ള യുവമോർച്ച അടക്കമുള്ള യുവജന പ്രസ്ഥാനങ്ങൾ PSC സമരക്കാർക്ക് ഒപ്പം ചേരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള പ്രതിഷേധ സമരങ്ങൾ തുടർച്ചയായി മാരത്തോൺ പ്രതിഷേധമാണ് BJPയുടെയും യുവമോർച്ചയുടെയും ഭാഗത്ത് നിന്ന് ഈ PSC വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ഉണ്ടായത്. ഇതിന് പിന്നാലെ യുവമോർച്ചയുടെ സംസ്ഥാന നേതാക്കന്മാർ നീതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശനെ നേരിട്ട് കണ്ട് കത്ത് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷനും നേമം MLAയുമായ രാജീവ് ചന്ദ്രശേഖർ കൂടി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. കത്തിലെ ആവശ്യം ഇതാണ്: അടിയന്തരമായി തന്നെ ഉദ്യോഗാർത്ഥികളെ ചർച്ചയ്ക്ക് വിളിക്കണം. അത് UPST LPST എന്ന് പരിഗണിക്കാതെ നിലവിൽ സമരമിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും സമരസമിതി അംഗങ്ങളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തണം. അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഈ വിഷയം കൈകാര്യം ചെയ്യുകയും കൃത്യമായ നടപടി സ്വീകരിക്കുകയും തീരുമാനം ഉടൻ ഉണ്ടാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ള കത്തിൽ നേമം MLA കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ഈ ചർച്ച നടത്തിയില്ല, തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം ശക്തമാക്കും എന്നുള്ളതാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നത്. കാരണം 35 ദിവസമായി LPST റാങ്ക് ഹോൾഡേഴ്സ് ഇവിടെ സമരമിരിക്കുന്നു. 15ഓളം ദിവസമായി UPST റാങ്ക് ഹോൾഡേഴ്സ് തൊട്ടടുത്ത് സമരമിരിക്കുന്നു. ഇനിയും നിരവധി റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർ സമരത്തിനായി സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് എത്തുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നപ്പോൾ കൃത്യമായ നടപടി സ്വീകരിക്കാം, ഇവരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാം, അധികാരത്തിലേറി ഉടൻ തന്നെ തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന UDF സർക്കാർ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നില്ല എന്നൊരു ചോദ്യം ഇപ്പോൾ BJP ചോദിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുള്ളത്. എന്തായാലും പ്രതിഷേധം ശക്തമാവുകയാണ്. യുവമോർച്ച അടക്കമുള്ളവർ അവരുടെ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമാക്കിയിരുന്നു. ഇപ്പോൾ ജനം TV അടക്കമുള്ളവർ ലൈവത്തോൺ നടത്തിയതിന്റെ ഭാഗമായി പല കോണുകളിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് പിന്തുണയേറുന്നതോടൊപ്പം അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന ഒരു ആവശ്യം കൂടി പൊതുമധ്യത്തിൽ നിന്ന് ഉയരുകയാണ്. ഇനി എന്ത് നടപടിയായിരിക്കും മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ ഈ പട്ടികയുടെ കാര്യത്തിൽ, റാങ്ക് പട്ടികയുടെ കാര്യത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും നീതി തേടി ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. പ്രജിത്ത്.